Hi friends, welcome to Commerce Bites. I hope you people are all doing well. ഇന്ന് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കൊമേഴ്സ് സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. അത് വൺ ഓഫ് ദ സ്റ്റുഡൻറ്റ് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എടുക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു പീപ്പിൾ വിൽ ബി ഫോളോയിങ് അവർ വീഡിയോസ്. ഡു ഫോളോ അവർ വീഡിയോസ് ബിക്കോസ് വി ആർ ക്രിയേറ്റിംഗ് ഫോർ യു. ഓക്കെ, നമ്മൾ ഇതുവരെ QT, FM, അക്കൗണ്ട്സ് ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകൾ അതിൻ്റേതായ വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 10 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആക്സസ്ഡ് ആണ്. ഓക്കെ, സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു അവർ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഓക്കെ, ഒരു ഇൻവെൻട്രി എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് എന്നാണ്. ഓക്കെ, അത് ബിസിനസ്സിൽ മാത്രമല്ല നമ്മളുടെ വീടുകളിലാണെങ്കിലും നമുക്ക് ഈ ഒരു സ്റ്റോക്കിംഗ് പ്രോസസ്സ് കാണാൻ പറ്റും. നമ്മളുടെ ഫുഡ് ഐറ്റംസ് നമ്മൾ കിച്ചണിൽ സ്റ്റോക്ക് ചെയ്യാറില്ലേ, അതുപോലെ തന്നെയാണ് ഇൻവെൻട്രി. ഓക്കെ, നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ കുറച്ച് റോ മെറ്റീരിയൽസും അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ കുറച്ച് ഏരിയാസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റോക്ക് ചെയ്താലേ നമ്മളുടെ ബിസിനസ് സ്മൂത്തായിട്ട് പോവുള്ളൂ. ഓക്കെ, അതാണ് ഇൻവെൻട്രി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെയിൻ റീസൺ ഫോർ ദ സ്മൂത്ത് റണ്ണിങ് ഓഫ് ദ ആക്ടിവിറ്റീസ്. ഓക്കെ, പിന്നെ ഈ ഒരു ഇൻവെൻട്രി എന്ന് പറയുന്ന ടേം സെർവ്സ് ആസ് ദ ലിങ്ക് ബിറ്റ്വീൻ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ്. നമ്മളുടെ പ്രൊഡക്ഷൻ പ്രോസസ്സും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സും തമ്മിൽ ഒരു ലിങ്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് കറണ്ട് അസറ്റ് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ മോസ്റ്റ് ഓഫ് ദ അണ്ടർടേക്കിംഗ്. ഓക്കെ, അതായത് നമ്മളുടെ ഇൻവെൻട്രീസിന് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറണ്ട് അസറ്റിലൂടെയും അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ടേമിലൂടെയാണ് നമ്മൾ ഇൻവെൻട്രീസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ പേർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ആസ് ആൻഡ് വെൻ റിക്വയർഡ് ആൻഡ് ഓൾസോ ടു മിനിമൈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഇൻവെൻട്രീസ്. നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള ക്വാണ്ടിറ്റീസിന് അവൈലബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് മിനിമൈസ് ചെയ്യണം. സോ ഐ ഹോപ്പ് ഇൻവെൻട്രീനെ പറ്റി നിങ്ങൾക്കൊരു കിട്ടിയിട്ടുണ്ടാവും. സോ നമ്മൾക്ക് ഇനി സമയം കളയാതെ ഇൻവെൻട്രിയിൽ എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. സ്പീഡിലായിരിക്കും പോകുന്നത് ബിക്കോസ് ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ഈ പ്രാവശ്യത്തെ ഗോൾ. ഓക്കെ, ഈ ഒരു വീഡിയോ. ഓക്കെ, സോ ഈ ഒരു ഇൻവെൻട്രി എന്ന് പറയുന്ന ടേംസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 5 സെക്ഷനായിട്ടാണ് നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ആസ് റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ എന്ന് പറയുന്ന ഫോമിലാണ് ഇൻവെൻട്രി മേജറായിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു ബിസിനസ്സിന് റോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി വർക്കൗട്ട് ആവുള്ളൂ. സോ റോ മെറ്റീരിയൽസ് നമ്മളെപ്പോഴും keep on ചെയ്യണം. The quantity of the raw materials required will be determine the rate of consumption and the time required for replenishing supplies. So റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അത് കറക്റ്റ് ലെവലിലല്ല പോകുന്നതെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ വരെ നിന്ന് പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. സോ ട്രൈ ടു മെയിൻറ്റെയിൻ റോ മെറ്റീരിയൽസ് ഇൻ ദ കറക്റ്റ് അവൈലബിലിറ്റി. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ് ദാറ്റ് ഇസ് വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന സ്റ്റേജ് നമുക്കറിയാം. ഓക്കെ, കുറച്ചും കൂടെ ആവാനുണ്ട് എന്നുള്ള രീതിയിൽ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റോ മെറ്റീരിയൽസിൻ്റെയും അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ആ ഒരു സ്റ്റേജാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ഇങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷേ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ 5 സെക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം മുതലേ കേൾക്കുന്നതാണ് റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന ഈ 3 ടേംസ് അല്ലേ? സോ വർക്ക് ഇൻ പ്രോഗ്രസ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മളുടെ റോ മെറ്റീരിയൽസിൻ്റെയും അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന സ്റ്റേജാണ്. അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് പ്രൊഡക്ഷന് നമ്മൾ കയറ്റി, പക്ഷേ ഇൻ ബിറ്റ്വീൻ ഓരോ ഇഷ്യൂസ് വന്നപ്പോൾ അതിൻ്റെ ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയില്ല. അങ്ങനെ വന്ന് നിൽക്കുന്ന ആ ഒരു സെറ്റ് ഓഫ് പ്രോഡക്റ്റ്സ് ആണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഓക്കെ,
Moving to the next point, that is consumables. Consumables are these materials which are needed to smooth the process of production. പ്രൊഡക്ഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കൺസ്യൂമബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് അല്ലേ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് അല്ല. അങ്ങനെ ഒരു സെക്ഷനിൽ നിൽക്കുന്നതാണ് കൺസ്യൂമബിൾസ്. ഇപ്പോൾ മെഷീനിൽ ഉപയോഗിക്കാവുന്ന കുറച്ച് ഓയിൽ, ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്ഷന് നേരിട്ട് ബന്ധപ്പെടുന്നതാണ്, എന്താ ബന്ധപ്പെടുത്തുന്നതല്ല എന്നുള്ള ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതിനെയാണ് കൺസ്യൂമബിൾസ് എന്ന് പറയുന്നത്. Consumables may be classified according to their consumption and critically. Consumables do not create any supply problem and form a small part of production cost. ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു സപ്ലൈ പ്രോബ്ലത്തിന് എഫക്റ്റ് ചെയ്യില്ല, പകരം ഇറ്റ് ഈസ് എ സ്മോൾ പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഇസ് ഫിനിഷ്ഡ് ഗുഡ്സ്. നമ്മൾ പറഞ്ഞു ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മളുടെ മാർക്കറ്റിലേക്ക് നമ്മൾ കൺസ്യൂമേഴ്സിന് റെഡിയാക്കിയ ഗുഡ്സിനെയാണ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളുടെ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊവൈഡ് എ ബഫർ ബിറ്റ്വീൻ ദ പ്രൊഡക്ഷൻ ആൻഡ് ദ മാർക്കറ്റ്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ദ കസ്റ്റമേഴ്സ് വിൽ ബി റീപ്ലേസിങ് അവർ പ്രോഡക്റ്റ്, റൈറ്റ്? ഇതിൻ്റെ മാർക്കറ്റ് എപ്പോഴും ഡിമ്മാണ്, നമുക്ക് കിട്ടാറില്ല, അതുകൊണ്ട് നമ്മൾക്ക് വേറെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിലേക്ക് നോക്കാം എന്ന് പറഞ്ഞു പോകാം. സോ അതുകൊണ്ടാണ് എല്ലാത്തിനും ഒരു ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് ഇൻ ദിസ് സെഷൻ ഇസ് സ്പെയർസ്. സ്പെയർസ് ആർ ഓൾസോ ഫോം ഓഫ് ഇൻവെൻട്രി. നമ്മളിപ്പോൾ കുറച്ച് പോയിന്റുകൾ നോക്കി അല്ലേ, റോ മെറ്റീരിയൽസ്, കൺസ്യൂമബിൾസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, അങ്ങനെ കുറച്ച് നോക്കി. പക്ഷേ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണ് സ്പെയർസ് എന്ന് പറയുന്ന ടേം. ഓക്കെ, ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ അവർ യൂസ് ചെയ്യുന്നത് ഒരു മെഷീനിൽ വെച്ചിട്ടാണ് ആ ഒരു പ്രൊഡക്ഷൻ അവർ കൊണ്ടുപോകുന്നത്. ഇൻ കേസ് പെട്ടെന്ന് ആ മെഷീൻ ബ്ലോക്കായി കഴിഞ്ഞാൽ ആ ഫുൾ പ്രൊഡക്ഷനെ ബ്ലോക്കാവും. സോ അതിന് വേണ്ടിയിട്ട് ഒരു മെഷീൻ സ്പെയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. സ്പെയർസ് മെയിൻറ്റെയിൻ ചെയ്യണത് ഓരോ കമ്പനിയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഓൾ ദ ഡിസിഷൻസ് അബൌട്ട് സ്പെയർസ് ആർ ബേസ്ഡ് ഓൺ ദ ഫിനാൻഷ്യൽ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി ഓൺ സച്ച് സ്പെയർസ് ആൻഡ് ദ കോസ്റ്റ് ദാറ്റ് മേ അറൈസ് ഡ്യൂ ടു ദെയർ നോൺ അവൈലബിലിറ്റി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും അവർ സ്പെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നൗ ലെറ്റ്സ് ലുക്ക് ഔട്ട് 3 മെയിൻ പേർപ്പസ് അല്ലെങ്കിൽ 3 മോട്ടീവ്സ് ഓഫ് ഹോൾഡിംഗ് ഇൻവെൻട്രി. ഇൻവെൻട്രി എന്തിനാ ഹോൾഡ് ചെയ്യുന്നത് എന്നതിൻ്റെ മെയിനായിട്ടുള്ള പേർപ്പസിനെ പറ്റി ഒന്ന് നോക്കാം. 3 പേർപ്പസാണ് മെയിനായിട്ടുള്ളത്. ഇത് എക്സാമിനേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിൽ ഒന്നാണ്. ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്വേഷണറി മോട്ടീവ് ആൻഡ് സ്പെക്യുലേറ്റീവ് മോട്ടീവ്. ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുമ്പോൾ വിച്ച് ഫെസിലിറ്റേറ്റ്സ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ആൻഡ് ടൈംലി എക്സിക്യൂഷൻ ഓഫ് ദ സെയിൽസ് ഓർഡർ. നമുക്കൊരു സെയിൽസ് ഓർഡർ കിട്ടി, അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് വിച്ച് ഫെസിലിറ്റേറ്റ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ആൻഡ് ടൈംലി എക്സിക്യൂഷൻ. കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷനും പോകണം, അതുപോലെ തന്നെ ടൈംലി എക്സിക്യൂഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഇനി സെക്കൻഡ് പോയിന്റ് പ്രിക്വേഷണറി മോട്ടീവ്. പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറയുമ്പോൾ വിച്ച് നെസസിറ്റീസ് ദ ഹോൾഡിംഗ് ഓഫ് ഇൻവെൻട്രി ഫോർ മീറ്റിംഗ് ദ അൺപ്രഡിക്റ്റബിൾ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദ മെറ്റീരിയൽ. പെട്ടെന്ന് നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ഡിമാൻഡ് സപ്ലൈക്ക് അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ചേഞ്ചസ് വരുമ്പോൾ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതാണ് പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഇൻവെൻട്രീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. സോ പെട്ടെന്ന് ഡിമാൻഡിനും സപ്ലൈക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻവെൻട്രീസിനെയാണ് പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ സ്പെക്യുലേറ്റീവ് മോട്ടീവ്. സ്പെക്യുലേറ്റീവിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെല്ലാം മുൻകൂട്ടി കണ്ടു, ചിലപ്പോൾ ഇനി കൂടിയാലോ എന്നുള്ള ആ ഒരു ടേമാണ് സ്പെക്യുലേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ നാളെ എങ്ങാനും പെട്രോളിൻ്റെ വില കൂടിയാലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് തന്നെ പോയി കുറച്ച് പെട്രോൾ അടിച്ചിടില്ലേ, ആ സെയിം സംഭവം തന്നെ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വിച്ച് ഇൻഡ്യൂസസ് ടു കീപ് ദ ഇൻവെൻട്രീസ് ഫോർ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ആൻഡ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ്. പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ഫ്ലക്ച്വേഷൻ നാളെ വന്നാലോ എന്ന് കരുതി നേരത്തെ കൂട്ടി അവർ ചെയ്തു വെക്കുന്ന
ആ ഒരു ടൈപ്പ് ഓഫ് മോട്ടീവാണ് സ്പെക്യുലേറ്റീവ് മോട്ടീവ്. ഇപ്പോൾ നമ്മൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റിനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ ഇൻവെൻട്രിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്തു. ആൻഡ് ദ മെയിൻ പേർപ്പസ് ഓഫ് ഹോൾഡിംഗ് ഇൻവെൻട്രീനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു, റൈറ്റ്? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, ഒബ്ജക്ട്സ് ഇൻ ദ സെൻസ് ഒബ്ജക്റ്റീവ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അത് നമുക്കൊന്ന് വേഗം നോക്കാം. സോ ഫസ്റ്റ് പോയിന്റ്, ടു എൻഷുർ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ്, സ്പെയർസ്, ഫിനിഷ്ഡ് ഗുഡ്സ് സോ ദാറ്റ് ദ പ്രൊഡക്ഷൻ ഷുഡ് നോട്ട് സഫർ എനി ടൈം ആൻഡ് ദ കസ്റ്റമർ ഡിമാൻഡ് ഷുഡ് ബി മെറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെ, ഇൻവെൻട്രി എന്തിനാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സ്മൂത്ത് ആയിട്ടുള്ള സപ്ലൈ ഉണ്ടാവാൻ വേണ്ടി, കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്ലൈ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലേ? അതുപോലെ തന്നെ ഇനി സെക്കൻഡ് പോയിന്റ്, ടു അവോയ്ഡ് ബോത്ത് ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് അണ്ടർ സ്റ്റോക്കിംഗ് ഓഫ് ഇൻവെൻട്രി. ചിലപ്പോൾ നമുക്ക് ഓവർ സ്റ്റോക്കിംഗ് ആയി പോവാം, ചിലപ്പോൾ അണ്ടർ സ്റ്റോക്കിംഗ് ആയി പോവാം. അതുകൊണ്ടാണ് കറക്റ്റായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, തേർഡ് വൺ, ടു മെയിൻറ്റെയിൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഇൻവെൻട്രീസ് അറ്റ് ദ ഒപ്റ്റിമം ലെവൽ ആസ് റിക്വയർഡ് ബൈ ദ ഓപ്പറേഷണൽ ആൻഡ് സെയിൽസ് ആക്ടിവിറ്റീസ്. സെയിൽസ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഓപ്പറേഷൻ ആക്ടിവിറ്റീസും പറയുന്ന രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൽ ലെവലിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ഫോർത്ത് വൺ, ടു കീപ് ദ മെറ്റീരിയൽ കോസ്റ്റ് അണ്ടർ കൺട്രോൾ സോ ദാറ്റ് ദേ കോൺട്രിബ്യൂട്ട് ഇൻ റിഡ്യൂസിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഓവറോൾ കോസ്റ്റ്. നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരു മെറ്റീരിയൽ കോസ്റ്റിന് ഒരു കൺട്രോൾ വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഇൻ റിഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഓവറോൾ കോസ്റ്റും കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, ടു എലിമിനേറ്റ് ദ ഡ്യൂപ്ലിക്കേഷൻ ഇൻ ഓർഡറിങ് ആൻഡ് റിപ്ലൻഷിങ് ദ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് ഓർഡറിങ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ഓർഡർ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യില്ല. ഓക്കെ, കറക്റ്റായിട്ടുള്ള ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ദിസ് ഓർഡർ, അത് കഴിയുമ്പോൾ തന്നെ നെക്സ്റ്റ് ഓർഡർ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ ഉണ്ടാവും അതിനെ പറ്റിയിട്ട്. ഓക്കെ, സോ സിക്സ്ത് പോയിന്റിൽ വരുന്നത്, ടു മിനിമൈസ് ദ ലോസസ് ത്രൂ ഡിറ്റോറിയേഷൻ, പിൽഫ്രേജ്, വേസ്റ്റേജ് ആൻഡ് ഡാമേജസ്. പെട്ടെന്ന് എങ്ങാനും കുറച്ച് ഡാമേജ് ആയിപ്പോയി അല്ലെങ്കിൽ വേസ്റ്റേജ് ആയിപ്പോയി, നമുക്ക് ഇൻവെൻട്രി ഉണ്ടെങ്കിലല്ലേ അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ റോ മെറ്റീരിയൽസിൻ്റെ ആയിട്ട് നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്താലല്ലേ നമുക്ക് ആ കുറച്ചെങ്കിൽ കുറച്ച് അത് നമുക്ക് വീണ്ടും പ്രൊഡക്ഷൻ നടത്തി കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? നെക്സ്റ്റ് പോയിന്റ്, ടു ഡിസൈൻ ദ പ്രോപ്പർ ഓർഗനൈസേഷൻ ഫോർ ദ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. നല്ല രീതിയിൽ ഒരു പ്രോപ്പർ ഓർഗനൈസേഷൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റിന് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ദ എയ്ത്ത് വൺ, ടു എൻഷുർ ദ പെർപെച്വൽ ഇൻവെൻട്രി കൺട്രോൾ സോ ദാറ്റ് ദ മെറ്റീരിയൽസ് ഷോൺ ഇൻ ദ സ്റ്റോക്ക് ലെഡ്ജർ ഷുഡ് ബി ആക്ച്വലി ലൈയിങ് ഇൻ ദ സ്റ്റോർ. നമ്മളെല്ലാവരും സ്റ്റോക്ക് ലെഡ്ജേഴ്സ് മെയിൻറ്റെയിൻ ചെയ്ത് പഠിച്ചിട്ടുണ്ട്, അല്ലേ? സോ ഇതുപോലെയുള്ള സ്റ്റോക്ക് ലെഡ്ജേഴ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഓക്കെ ഇത്രയാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത്, ഇത്രയാണ് നമുക്ക് ഇത് സ്റ്റോക്ക് ഉള്ളത്, ഇത്രയാണ് നമുക്ക് അത് സ്റ്റോക്ക് ഉള്ളത് എന്ന് നമ്മൾക്ക് തന്നെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. Okay, moving to the ninth point, to ensure the right quality goods at the reasonable price, suitable quality standards will ensure the proper quality of stocks. The price analysis, cost analysis and value analysis will ensure the payment of proper price. നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഗുഡ്സ് നമ്മൾ അറ്റ് ദ റീസണബിൾ പ്രൈസ് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ എൻഷുർ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, moving to the last point, to facilitate furnishing of data for short-term and long-term planning and control of the inventory. നല്ല രീതിയിൽ തന്നെ നമ്മൾ ഷോർട്ട് ടേം പ്ലാനിങ്ങും അതുപോലെ തന്നെ ലോങ് ടേം പ്ലാനിങ്ങും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നിരുന്നാൽ മാത്രമാണ് നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻവെൻട്രി മാനേജ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, വിത്ത് ദിസ് നോട്ട് വി ആർ കൺക്ലൂഡിങ് റൈറ്റ് നൗ. നെക്സ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഓഫ് ദിസ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഓക്കെ, അതോടുകൂടി ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യാം. ബിക്കോസ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഐ വിൽ ബി ട്രൈയിങ് ടു അപ്ലോഡ് ടുഡേ itself this topic. So with this note we are concluding. Let's see in the next video. Till then, work hard and study well. That's it. Thank you.